ഞാൻ ഈ പടത്തിൽ വെച്ചിട്ടാണ് അനുവിനെ പരിചയപ്പെടുന്നത് തന്നെ. പക്ഷെ അതും മറ്റേ ഞെട്ടിച്ചടഞ്ഞേക്കണ പോലത്തെ ഒരു ക്യാരക്ടറാണ് അവള്. അങ്ങനത്തെ ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ്. സ്വിച്ചിട്ട പോലെ അഭിനയിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. മറ്റേ നമ്മൾ തമാശ കളിച്ച് ഇരിക്കുമെങ്കിലും ഷോർട്ടിന് റെഡി എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റേ മൊത്തം മാറി വേറെ വേറെ ഐറ്റമായിട്ട് ഒരു വലിയ ആക്ടറായിട്ട് മാറും. ഇത്രയും ചെറിയ കുട്ടി ഇത്രയും ഇത്രയും രസമായിട്ട് ചെയ്യണ കാണുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ ഇത്രയും വർക്ക് ചെയ്യാൻ ഇത്രയും നല്ല രസമുള്ള കലാകാരന്മാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു സുഖമാണ്. അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റർ ഭയങ്കര രസമായിരുന്നു. ഈ ലൈക്ക് ഈ ദേവന്മാരുടെ പള്ളീൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന പോസ്റ്റർ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങളുടെ 3 പേരുടെ ലുക്ക് നല്ല രസമുണ്ട്. പക്ഷെ സൈഡിലുള്ള ടീംസിൻ്റെ ലുക്ക് ഇപ്പം നടൻ ബൈജുവിനൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത്, രഞ്ജി പണിക്കർ സൈഡിലുണ്ട്. ഇതൊക്കെ രസമുള്ളായിരുന്നു. ഈ പോസ്റ്റർ ഐഡിയ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം മൈൻഡിലുണ്ടായിരുന്നു? ആർട്ടിസ്റ്റിന്റെ ഐഡിയ ആണ്, ഫാന്റസി പരിപാടി പിടിച്ചതാണ്. അങ്ങനത്തെ ഒരു ഐഡിയയിൽ തന്നെ വന്നത് ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ. പക്ഷേ എങ്കിലും അത് അങ്ങനെ പറയാൻ പറ്റില്ല ആക്ച്വലി. കാരണം അതിനകത്ത് മഹേഷിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. കാരണം ആദ്യം വന്ന ഔട്ടല്ല, പിന്നെ ഡെവലപ്പ് ചെയ്തത് കൊണ്ടുവന്ന് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നതാണ്. ഓരോ പോസ്റ്ററിൻ്റെ പുറകിലും മഹേഷിൻ്റെ കാര്യങ്ങളും ഉണ്ട്. സിറോണി കാരണം അത് അത്രത്തോളം ഗ്രാസ്പ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് മാറ്റുന്നുമുണ്ട്. റോമൻസ് അല്ലെങ്കിൽ മറ്റേ പ്രാഞ്ചിയേട്ടൻ, ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻറ്റ് സിനിമകളാണ്. പക്ഷേ ഈ ഒരു കോമഡിയും ബാക്കി എലമെൻറ്റും ഇച്ചിരി ഒരു ഫാൻറ്റസിയും വരുന്ന സിനിമകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളായിരിക്കും തോന്നുന്നു. അപ്പം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതൊരേ സമയം അത് നമുക്ക് പ്രേക്ഷകർക്ക് തന്നൊരു രസമുണ്ട്, അത് ആളുകൾക്ക് കിട്ടുകയും വേണം. എന്നാൽ ഇതിൻ്റെ ഒന്നും ആവർത്തനം ആവാനും പാടില്ല. ഇപ്പോൾ ഒരു പുണ്യാളം വരുമ്പോൾ വേറൊരു ഫീലായിരിക്കണം വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകൾ അതിൻ്റെ ഒന്നും ആവർത്തനം ആവരുത്, ഒരു പ്രകടനത്തിൽ വരരുത്, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കോൺഷ്യസ്ലി ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അത് നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ ചിലപ്പം ചില സിനിമകളുമായിട്ടൊക്കെ ചിലപ്പം അങ്ങനെ ബന്ധമുണ്ടെന്ന് തോന്നാം. പക്ഷേ കംപ്ലീറ്റ്ലി ഈ സിനിമ ചർച്ച ചെയ്യുന്നതും പറയാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞ ത്രില്ലർ എലമെൻറ്റും ഫാൻറ്റസിയും കോമഡിയും ഒക്കെ, സ്ലാപ്സ്റ്റിക് കോമഡി പരിപാടികളുണ്ട് അതിനകത്ത്. പിന്നെ ഈ സിനിമ നടക്കുന്നത് ഒരു കുട്ടിക്കാലം പോലെ വളരെ മഞ്ഞും ഒക്കെയുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മൾ ആർട്ട് ചെയ്തുണ്ടാക്കിയ വലിയൊരു പള്ളിയുടെ ഉള്ളിലാണ്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്. ഈ റൈഫിൾ ക്ലബിൻ്റെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് വിജയരാഘവൻ സാർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെ, കുറേ വർഷത്തിന് ശേഷം അവർക്ക് ഭയങ്കര ഒരു ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ ഭയങ്കര രസം തോന്നിയൊരു സെറ്റായിരുന്നു. ഒന്നാമത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷൂട്ടിംഗ് സെറ്റ് ഇതേപോലെ ഒരു കുന്നിൻ്റെ മേലായിരുന്നു. അപ്പം ഈ കാരവാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ഒരു ഷോട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പണ്ട് ഇന്നസെൻ്റ് ഇവരുടെ ഒക്കെ ടൈമിലുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ കിട്ടിയതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ പിന്നെ ടീച്ചറൊക്കെ വന്ന സമയത്തും ലൈക്ക് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്റ്റോറീസും ഭയങ്കര രസമായിരുന്നു. മേ ബി ലൈക്ക് ഇങ്ങനത്തെ ഒരു ആർട്ടിന്റെ ഒക്കെ സെറ്റപ്പിലാണല്ലോ, പിന്നെ കുറച്ചൊരു പ്ലോട്ടിലായിരിക്കുമ്പോൾ നമ്മളൊരു ചെറിയ സ്പേസിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്നു. ചൂടിന്റെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. നല്ല രസമുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഷൂട്ട്. കുട്ടിക്കാലത്താണ് ഷൂട്ട് ചെയ്തത്. അത് നവംബർ ഡിസംബർ സമയത്തുമാണ്. അപ്പൊ നല്ല തണുപ്പുള്ള സമയമായിരുന്നു. അപ്പൊ ഒരു കാരവൻ എന്നുള്ളൊരു സംഭവം നമ്മൾ ചിന്തിക്കാറും കൂടി ഇല്ല. ഞങ്ങൾ എല്ലാവരും മറ്റേ അവിടെ നേരത്തെ ഡ്രസ്സ് മാറാൻ വേണ്ടി കാരവണിൽ പോയി തിരിച്ചു വരുന്നല്ലാതെ നമ്മളെല്ലാവരും അവിടെ പള്ളിയുടെ സൈഡില് എല്ലാവരും കൂടി നമ്മൾ കസേരയിട്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്ത്. ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അത്രയും പഴക്കമുള്ള ഒരു ഫുള്ളി സെറ്റിട്ടതാണോ അതോ ഫുള്ളി സെറ്റിട്ടതാണ്. ഒരു ചെറിയ ബംഗ്ലാവ് പോലൊരു ഇതുണ്ട് അവിടെ. അത് നമ്മൾ മോഡിഫൈ ചെയ്ത് ഫുൾ സെറ്റിട്ട് ചെയ്തേ. വേറൊരു സാധനം തന്നെയായിരുന്നു. ടോട്ടലി വേറെ പരിപാടി. അവിടെ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ മേക്കിംഗ് വീഡിയോ പുറത്തു വിടുന്നു.